അരക്കാതെ തേങ്ങ അരച്ച് വെച്ച മീൻകറിൻ്റെ അതേ ടേസ്റ്റിലുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി മീൻകറി ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. സൂപ്പർ ടേസ്റ്റിലൊരു മീൻകറിയാണ്. വളരെ ഈസി ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടും പിന്നെ തിരക്ക് പിടിച്ച ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇതാ പൂമീനാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏതൊരു മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൂമീനാണ്. അപ്പോൾ അതിൻ്റെ തലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോൾ തലയും കൂടി ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൂമീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള സവാളയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ചധികം വെളുത്തുള്ളിനെ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്ര വലുപ്പത്തിലെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ചട്ടി ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതാ സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്തിക്കുന്നത് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നൊന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ. അപ്പോൾ മസാലയും ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ അരച്ചതിന് ശേഷം ആ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂണ് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ അരപ്പ് അതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മസാലപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ കഷ്ണങ്ങൾ. എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങൾക്കൊന്ന് വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടി തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ച അതേ ഒരു ടേസ്റ്റിലുള്ളൊരു മീൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.